ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയൊരു വീഡിയോ ആണിത്. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയും ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിപ്പോകാം. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെ? ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം ആലപ്പുഴയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ കായികരംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഇന്ത്യൻ കായികരംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഇന്ത്യൻ കായികരംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. അടുത്ത ചോദ്യം ഇതാണ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? ഓപ്ഷൻസ് നോക്കി ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി മോഹൻലാൽ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടനാണ് മോഹൻലാൽ. അടുത്തത്, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, VT ഭട്ടതിരിപ്പാട്. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം? ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം? ഉത്തരം വരുന്നത് താജിക്കിസ്ഥാൻ. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് താജിക്കിസ്ഥാൻ. അപ്പോൾ മറ്റുള്ളവ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. അതായത് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. ഉൾപ്പെടാത്തതാണ് താജിക്കിസ്ഥാൻ. അടുത്ത ചോദ്യം. ഉത്തരപർവ്വത മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി ഷിപ്കില. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആന്തോസയാനിൻ. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. അടുത്തത്, എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാര്? സൂപ്പർ ബഗുകൾ എന്ന ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആനന്ദ് മോഹൻ ചക്രവർത്തി. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി. അടുത്തത്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
ഉത്തരം ഓപ്ഷൻ സി ആണ്, കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1984. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് 1984. അടുത്ത ചോദ്യം ഇതാണ്. ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ആൻറ്റിബയോട്ടിക്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ്? എന്താണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതി? ഉത്തരം ഇതാണ്, സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ സി, മണ്ണെണ്ണ. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് മണ്ണെണ്ണ. അടുത്തത്, ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്നത് മംഗൾയാൻ എന്ന പേരിലാണ്. അടുത്ത ചോദ്യം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അപവർത്തനം. അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾക്കായുള്ളതാണ്. ഈ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: പരിക്രമണം, ഭ്രമണം, വർത്തുള ചലനം, നേർരേഖ ചലനം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ശരിയായ ഒരു ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണോ ഇതിൻ്റെ ആൻസർ അത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കായി തന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻസ്: ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്. ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് ബാലഗംഗാധര തിലക്. അപ്പോൾ ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരവ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.